ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ റൈസാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ചിക്കനിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി കുറച്ച് കളറ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്, ഫുഡ് കളറ്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഓപ്ഷനിലാണ്. അതെല്ലാം ചേർത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ അളവ് കോൺഫ്ലവർ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് നമുക്കത് മാറ്റി വയ്ക്കണം. ഉപ്പും മുളകെല്ലാം നല്ലോണം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. അതിലേക്ക് എണ്ണ വീഴ്ത്തി ചൂടായ ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തിടണം. 30 മിനിറ്റിന് ശേഷം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും അതേപോലെ എല്ലാ ചിക്കൻ പീസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്. ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ ഉപ്പ് മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് നല്ലോണം വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് 3 വെജിറ്റബിൾ എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കവും ഇതിൽ ഞങ്ങൾ ചേർത്ത് കൊടുക്കാം. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. എനിക്ക് 3 ഉള്ളതുകൊണ്ട് ഈ 3 ഞാൻ എടുത്തിട്ടുള്ളൂ. അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾ നല്ലോണം കുക്കായ സമയത്ത് ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം വേവിച്ചെടുക്കുക എഗ്ഗ്. അത് എഗ്ഗ് വെന്ത ശേഷം വെജിറ്റബിൾ കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗരം മസാല 1/4 ടീസ്പൂൺ, പെപ്പർ 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ അളവ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സോയാ സോസ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം മിക്സ് ചെയ്തിട്ട് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റൈസ് വേവിച്ച് വെച്ചിട്ടുള്ളത് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊന്നി അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബാസ്മതി അരിസി ഇതിൽ യൂസ് ചെയ്യാം. എടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും മിക്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.